ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുബീസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സോയാബീൻ വെച്ച് ഒരു അടിപൊളി ഐറ്റംസാണ്. നല്ലൊരു അടിപൊളി സോയാബീൻ റോസ്റ്റ്. ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ സോയാബീൻ നല്ല ചൂട് വെള്ളത്തിലിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊന്നും ചേർക്കേണ്ടതുണ്ട്. അതിനായി ഞാനിവിടെ ഒരു പാന് വെച്ച് അതിലോട്ട് 1.5 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ചെറിയ ജീരകം 1 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ചെടുക്കണം. നമുക്കിത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് വേണ്ടത് വേറൊരു കടായി വെച്ച് അതിലോട്ട് ആവശ്യത്തിന് ഞാനിവിടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സവാളയും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയൊരു സവാളയാണ് ചേർത്തത്. ഇനി സവാള നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴഞ്ഞു വരണം. സവാളയെല്ലാം നന്നായി വഴറ്റി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴഞ്ഞ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ചെറിയ 2 തക്കാളിയാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളിയാണെങ്കിൽ 1 മതിയാകും. ഒരുപാട് വലിയ തക്കാളിയൊന്നും ആവശ്യമില്ല. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഈ തക്കാളിയും സവാളയെല്ലാം നന്നായി കുക്കായി കിട്ടാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. സവാളയും തക്കാളിയും എല്ലാം കുക്കായ ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയ ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ആ സോയാബീനും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടികളും കൂടി ഇതിലോട്ട് ചേർക്കാം. സോയാബീൻ നേരത്തെ ചുടുവെള്ളത്തിൽ തിളപ്പിക്കുമ്പോൾ ഓവർ കുക്കായി തിളപ്പിക്കരുത്. ഓവർ കുക്കായാൽ അത് നമ്മൾ ഇളക്കുമ്പോഴെല്ലാം ആ സോയയെല്ലാം ഒന്ന് പൊട്ടിപ്പോകും. ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ആ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടുതലായിട്ടൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇത് വെള്ളമെല്ലാം ഒന്ന് ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ സോയയുടെ കളറെല്ലാം നന്നായിട്ടൊന്ന് ചേഞ്ചായി വരും. അതുവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അതിനായി ഞാനിവിടെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരുപാട് എരിവ് ഇഷ്ടമില്ലാത്തവർ നമ്മൾ നേരത്തെ കുരുമുളക് പൊടിച്ചത് ചേർക്കുമ്പോൾ കുരുമുളകിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കുറച്ചാൽ മതിയാകും. അല്ലെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടിക്ക് പകരം 1/2 ടീസ്പൂൺ മുളക് ചേർത്താൽ മതിയാകും. ഇനി എല്ലാം കൂടി നന്നായി മിക്സായ ശേഷം ഈ സോയാബീൻ നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടി ഞാനിവിടെ കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലെ വെള്ളമെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഇനി ഇതിലെ വെള്ളമെല്ലാം ഒന്ന് മൊത്തത്തിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അതിനായി ഇതേപോലെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. നമ്മളിതൊന്ന് ഡ്രൈ റോസ്റ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിലൊരു വെള്ളത്തിൻ്റെ അംശമൊന്നും വേണ്ട. ഇനി നമുക്ക് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അങ്ങനെ നമ്മുടെ സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാബീൻ റോസ്റ്റാണിത്. ഇനി ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യണം. പിന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നേക്കരുത്. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നേക്കരുത്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ളവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നുള്ളതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.